അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ് എനിക്ക് ഗൈസ് അത് ക്യാമറ ആംഗിൾ ഒന്ന് നമുക്ക് ശരിയാക്കാം ഗൈസ് കേട്ടോ. ഓക്കെ ഓക്കെ അപ്പോൾ പറഞ്ഞത് ക്യാമറ ആംഗിൾ ശരിയാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അതായത് എന്തുവാ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഈ ഒരു ഒറ്റ ക്യാമറ കൊണ്ട് എന്തോ കോടികൾ ആൾക്കാരാണ് ഈ ഒരു ഒറ്റ ക്യാമറ കൊണ്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ ആംഗിള് കറക്റ്റ് ആക്കേണ്ടത് എൻ്റെ, അതായത് ഈ സ്നേഹബട്ട് ഗാഡ്ജറ്റ്സ് വ്ലോഗിൻ്റെ യജമാൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇറിറ്റേറ്റിംഗ് തോന്നാം, പക്ഷേ അത് കറക്റ്റായിട്ട് വെക്കേണ്ട കടമ എൻ്റെയാണ്. ബിക്കോസ് എൻ്റെ അടുത്ത് ട്രൈപോഡ് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ ഒരു ജനാലയുടെ അടുത്ത് എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ച് അതിൻ്റെ ഇവിടെ ഇങ്ങനെ ചാരി വെച്ചാണ് വീഡിയോ എടുക്കാറ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന വരുന്നത്. എന്നാലും ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ ഞാൻ എടുക്കും കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ ആ വീഡിയോസൊക്കെ എടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ട് കണ്ടോ, ഈ കയ്യിൽ ഇങ്ങനത്തെ എലാസ്റ്റിക് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹാറ്റൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സിപ്പ് ടൈപ്പ്. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ പോക്കറ്റൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേ ടൂറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, സ്കൂൾ ടൂർ. അപ്പോൾ ഗൈസ് ഇന്ന് ഏകദേശം എന്ന് പറഞ്ഞ 7 ദിവസമുണ്ട് ഗൈസ് ഇനി ടൂറിന്. ഗൈസ് 7 ദിവസമാണ് തോന്നുന്നത്. ഇന്ന് ഏകദേശം 18 ഗൈസ്. ഇന്ന് 18 ഗൈസ് ഇന്ന് കേട്ടോ. അപ്പോൾ നാളെ എനിക്ക് സ്കൂളുണ്ട് 19 ഗൈസ് കേട്ടോ. നാളെ എനിക്ക് സ്കൂളുണ്ട് 19, 20, 21, 22, 23 നിൽക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിൽക്കുക ഗൈസ്. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ഫാൻ ഒന്ന് കൂട്ടിയത്, ബിക്കോസ് ഈ ഡ്രസ്സ് ഇട്ട് എനിക്ക് ചൂടെടുക്കുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാളെ എനിക്ക് സ്കൂളുണ്ട് 19-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും സ്കൂൾ കാണും. അപ്പോൾ തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, അപ്പോൾ നാളെ ആകുമ്പോൾ 19 അപ്പോൾ 19 കൂടി കൂട്ടിയ 1, 2, 3, 4, 5 ദിവസം കൂടെ ഉള്ളത്. സോറി, 7 ദിവസമല്ല, ഇനി വെറും 5 ദിവസമേ ഉള്ളൂ ഈ ടൂറിന്. നാളെ കൂടെ കൂട്ടിയ 4 ദിവസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ടൂറിന് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ്. ബിക്കോസ് ഞാൻ വാഗമൺ ആദ്യമായിട്ടാണ് പോയത്. ഞാൻ മൂന്നാർ പോയിട്ടുണ്ട് കേട്ടോ. മൂന്നാർ ഏകദേശം ഒരു 9-8 വയസ്സിലൊക്കെയാണ് ഞാൻ മൂന്നാർ പോയത്. അതെനിക്ക് പോയത് എപ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അന്ന് എനിക്ക് മൂന്നാർ പോയി വന്ന ശേഷം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എനിക്ക് അവിടെ എന്തോ തണുപ്പൊക്കെ പിടിച്ചു. പിന്നെ ഫുഡൊന്നും അത്ര അവിടുത്തെ ഞാൻ പിടിച്ചില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, കുറച്ച് നാൾ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേസ്. ഓക്കെ, 8 വയസ്സ് ഭയങ്കര ഫീവറിനെ ഫേസ് ചെയ്താണ് ഈ ഒരു 13 വയസ്സ് വരെ ഞാനിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഇങ്ങനത്തെ അലർജി സിംറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് മൂക്കൊലിപ്പ്, പിന്നെ ഹെഡേക്ക്, പിന്നെ തൊണ്ട വേദന, അതൊക്കെ നിസ്സാരമാണ്, ഈ തണുപ്പിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയത്തില്ല അപ്പോൾ വാഗമൺ പോയ എങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനാണ് ടൂറിന് പോകുന്നത് കേട്ടോ. അത് ഞാൻ മൂന്നാർ പോയത് ഫാമിലിയുടെ ഒപ്പമായിരുന്നു. അന്ന് 7ാം ക്ലാസ്സിൽ എനിക്ക് മൂന്നാർ പോകാനുണ്ട്, പക്ഷെ ഞാൻ പോകാത്ത കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അവിടുത്തെ തണുപ്പും പിടിച്ച അവിടുത്തെ ഫുഡ് കഴിച്ച് വീണ്ടും എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ആ ഒരു പേടി കാരണമാണ് എനിക്ക് ഞാൻ മൂന്നാർ അന്ന് പോകാത്തത്. അത് ഓൾറെഡി പോയിട്ടുണ്ട്, പിന്നെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ വാഗമണാണ് ഞാൻ പോകാത്തത്. പോകാത്ത സ്ഥലത്ത് പോകണം, പോയ സ്ഥലത്ത് ഒരിക്കലും പോകാൻ പറ്റില്ല. സ്കൂൾ ടൂറായാലും പേടി ടൂറായാലും. പിന്നെ സ്കൂൾ ടൂറാണ് വൈബ്, അതായത് ഫ്രണ്ട്സിനോടൊപ്പം പോവാന്ന് പറഞ്ഞാൽ അത് സ്കൂൾ ലൈഫിലെ ഏറ്റവും ഒരു ബിഗസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സ്കൂൾ ടൂർ തന്നെ ആയിരിക്കും. ബിക്കോസ് സ്കൂൾ ടൂർ എന്ന് വെച്ചാൽ
നിക്ക് ഗൈസ്. ഓക്കെ, അപ്പോൾ ഓക്കെ എന്തൊക്കെ മെസ്സേജ് പറഞ്ഞു ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്കൂൾ ടൂർ എന്ന് വെച്ചാൽ സ്കൂള് എന്തുവാ ടൂറിസ്റ്റ് ബസ്സിൽ പോവുക, ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ഒക്കെ ചെയ്ത് പോവുക, അതൊക്കെ സ്പെഷ്യൽ വൈബാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്തുവാ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർക്ക് എന്തുവാ തലവേദന, പിന്നെ ഛർദില് അതൊക്കെ ഉണ്ട്. പിന്നെ എന്തുവാ എനിക്ക് ചോദിച്ചാൽ എന്തുവാ എനിക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല. ഞാൻ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ടൂറിസ്റ്റ് ബസ് സ്കൂൾ ട്രിപ്പ് അല്ല. എന്തുവാ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്തുവാ അടുക്കള കാണാനൊക്കെ പോകുമ്പോൾ എന്തുവാ അതിനകത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ടൂറിസ്റ്റ് വണ്ടിക്കകത്ത് പോയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് കുറച്ച് പിള്ളേരും ഉണ്ടായി കല്യാണം ആ വീട്ടിൽ പോകുമ്പോൾ. ഓക്കെ, അവർ കുറച്ചൊക്കെ ഛർദിച്ചായിരുന്നു, തലവേദന അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ കിടന്നു. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ ധൈര്യമായിട്ട് പോവാം. പിന്നെ എൻ്റെ കൂടെ എമർജൻസി ടാബ്ലറ്റ്സ് എമർജൻസി മെഡിസിൻസ് കയ്യിൽ കരുതണം. ലൈക്ക് വോമിറ്റിംഗ് ടാബ്ലറ്റ്, തലവേദനയുടെ ഇത് ടാബ്ലറ്റ് വാങ്ങണം. ഇല്ലെങ്കിൽ വിക്സ് വാങ്ങണം. വിക്സ് ഉണ്ട്, ഇൻഹേലർ, അങ്ങനെ കുറേ ടാബ്ലറ്റ്സ് വാങ്ങണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യമാണ് ഒരു ടൂറിൽ പോകുന്ന ഒരു കുട്ടിക്ക്. അതായത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ ഗ്രൂപ്പിലാക്കിയിടും. എന്നാലും ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, അതായത് ഏത് കുട്ടിക്ക് എപ്പോൾ വേണാലും എമർജൻസി സിറ്റുവേഷൻസ് വരാം. അപ്പം അതനുസരിച്ച് വേണം നമ്മളത് കൊണ്ടുപോകേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ രാവിലെ എത്ര മണിക്കെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് എനിക്ക് ഏകദേശം 5 മണിക്കായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. 5 മണിക്ക് 6 മണിക്കായിരിക്കും ബസ് വിടുന്നത്. പറഞ്ഞ വാഗമണായിരിക്കാൻ ദൂരമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, 5 മണിക്ക് അല്ല 6 മണിക്കാണ് ബസ് വിടുന്നതായിരിക്കും. അപ്പോൾ 5:15 എന്തോ അവിടെ എത്തണോ അന്ന് ആയിരിക്കും മെസ്സേജ് പറഞ്ഞത് കേട്ടോ. ബിക്കോസ് മണാലി ഒന്നും അല്ല കൊണ്ടുപോകുന്നത് കേട്ടോ. ചില ടൂറൊക്കെ രാവിലെ 4 മണി 3 മണിക്ക് ഉണ്ടാകും കേട്ടോ. ഓക്കെ, അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ദിവസം ഫ്രൈഡേ ആണ്, 23 ഫ്രൈഡേ. എൻ്റെ റൊട്ടീനൊക്കെ എന്തുവാന്ന് ആ ഒരു വീഡിയോ ഫ്രൈഡേ വരുന്നുണ്ട് കേട്ടോ. ബിക്കോസ് എന്തുവാ എല്ലാം കൂടി ഇപ്പോൾ റിവീൽ ചെയ്ത് നമുക്ക് ആ പോണ നേരത്തെ ആ റിവീൽ ചെയ്യുന്ന ഒന്നും പറ്റത്തില്ല കേട്ടോ. എല്ലാം ഇപ്പോൾ റിവീൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വേറെ റിവ്യൂ വരും. അതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ റൊട്ടീൻ എന്തുമൊക്കെ ഞാൻ ആ ദിവസം എപ്പോഴാണ് കിടക്കുന്നത്. അപ്പോൾ ആ ദിവസം പെട്ടെന്നായിരിക്കും വീഡിയോ പറഞ്ഞത്. 7 മണിക്ക് എങ്ങാണ്ട് വീഡിയോ ഇടുന്നു കഴിച്ചു. ഞാനിപ്പോൾ 7:30ക്കാണ് ഇടുന്നത്. എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടും കേട്ടോ. ചിലപ്പം ഞാൻ 8 മണിക്ക് ഉറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഗേൾസ്. ഓക്കെ, ബാക്കി ഒന്നും ഞാൻ പറയാൻ പറ്റത്തില്ല ഗേൾസ്. ഓക്കെ, അത് ഞാൻ വേറെ വീഡിയോ കൂടെ ഇടുന്നതായിരിക്കും ഗേൾസ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തുവാ ഞാൻ ഇതിൻ്റെ അകത്തൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഗേൾസ് കേട്ടോ. അതായത് എന്തുവാ ഓക്കെ റെഡ് കേട്ടോ, നല്ല മാച്ചിങ് കളറല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോർമൽ അകത്ത് ബനിയൻ ഇട്ടിടാം. പക്ഷേ ഇപ്പം നമുക്കൊരു ഇത് ചൂടെടുക്കുന്നു, വെയിൽ വന്നെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഇത് സിപ്പാണ് ഗേസ് കേട്ടോ. സിപ്പ് ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഇത് ഹുഡീസ് എന്ന് പറയാം ഗേസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹുഡീസ് എന്ന് പറയും ഗേസ്. ഇത് സിപ്പ് ഉള്ള ടൈപ്പും ഉണ്ട്, ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. മറ്റേ ജാക്കറ്റ് ഉണ്ട്, മറ്റേ വീർത്തിരിക്കുക. അതിൻ്റെ സൈസ് കിട്ടാത്തതുണ്ട്. അത് പെർമനൻ്റ്ലി അൺഅവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ തൽക്കാലത്തിന് എടുത്തു ഗൈസ്. 1 ഡേ ട്രിപ്പ് അല്ല ഗൈസ്. ഇത് എനിക്ക് പിന്നെ എപ്പോൾ വേണം ഇത് ഇടാൻ ഗൈസ് കേട്ടോ. ഓക്കെ, ഇവിടെ ഇലസ്റ്റിക് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ നമുക്ക് ഇതിനകത്ത് പിടിക്കത്തില്ല ഗൈസ് കേട്ടോ. നല്ല ചൂട് എടുക്കുന്നു ഗൈസ് ഇട്ടിട്ട് ഗൈസ് കേട്ടോ. ഈ ഞാൻ ഫാൻ കൂട്ടി ഇട്ടിട്ടുണ്ടല്ലോ, തണുക്കുന്നില്ല ഗൈസ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇതാണ്. ഇതിനകത്ത് മെറ്റീരിയൽ ഇങ്ങനെയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാറ്റ് വരുന്നുണ്ട്. ഇതാ കണ്ടോ, നമുക്ക് ഇങ്ങനെ ഹാറ്റ് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഹാറ്റ് ഇടാം കണ്ടോ. ഇങ്ങനെ നമുക്കിടാം. തണുപ്പ് ഒട്ടും കയറത്തില്ല കേട്ടോ. രാവിലെ 6 മണിക്ക് വണ്ടി വിടുന്നെങ്കിലും എന്തുവാ തണുപ്പൊന്നും ചെവിക്കാട്ട് കയറാത്ത റേഞ്ച് നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ. പിന്നെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റുമല്ലോ, മറ്റേ ആ ഒരു ഇതിങ്ങനെ ലിവർ ഇങ്ങനെ വലിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ഇങ്ങനെ റിക്ലൈൻ ചെയ്ത് നമുക്ക് അവിടെ കിടന്നുറങ്ങാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് സ്പേസിൻ്റെ ആണ്. അതായത് ഈ കുറേ പിള്ളേരൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഒന്ന് ഏത് സീറ്റ് കിട്ടുമെന്നാണ് ആ ഒരു പേടി. വിൻഡോ സീറ്റ് കിട്ടുമോ അതോ എന്തുവാ
സൈഡ് സീറ്റ് ഇട്ടു അതോ ഇപ്പുറത്തെ സീറ്റ് ഇട്ടു. അതായത് ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്ത് ആണ് വരുന്നത് ഏകദേശം 2/3 ലെയർ സീറ്റുകളാണ് വരുന്നത്. അതായത് ഇപ്പുറത്ത് 2, ഈ സൈഡിൽ 2, ഈ സൈഡിൽ 2 സീറ്റ്, ഈ സൈഡിൽ 3 സീറ്റ്, 2/3 ലെയർ ആണ് പറയുന്നത്. അത് വന്ദേ ഭാരത് ട്രെയിനൊക്കെ കണ്ടിട്ടില്ല, അങ്ങനെയാണ് സീറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന ഏതാന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്പെഷ്യലി സ്കൂൾ ടൂറാണ്, അപ്പോൾ അവരുടെ റൂൾസ് ഒക്കെ ഉണ്ടാവും ഗൈസ് കേട്ടോ. അതായത് ഒരു പേര് വിളിച്ചാണ് കേട്ടുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, പിന്നെ ഫീസ് കൊടുത്തോന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് ഞാൻ ഫീസ് കൊടുത്തു ഗൈസ്. ഓക്കെ, ഫീസ് ഞാൻ കൊടുത്തത് എപ്പോഴാന്ന് വെച്ചാൽ സാറ്റർഡേ കൊടുത്തു, 17-ാം തീയതി ഞാൻ കൊടുത്തായിരുന്നു ഗൈസ് കേട്ടോ. ഓക്കെ, എൻ്റെ ക്യാഷ് അവിടെ പെയ്ഡ് ആയിട്ടുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, പ്രൈസ് റിവീൽ ചെയ്യാൻ നോക്കത്തില്ല ഗൈസ് കേട്ടോ. ഓക്കെ, സോറി. അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ ഫീസൊക്കെ പേ ചെയ്തു, എൻ്റെ പേരെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ വാങ്ങണം അതൊക്കെ ഗൈസ് കേട്ടോ. പിന്നെ കറക്റ്റ് സമയത്ത് എത്തിക്കാനുള്ളത് അത് പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ വണ്ടി പോകും ഗൈസ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ചോണ്ട് അവർ കേട്ടത്തില്ലെന്ന് തോന്നുന്നു ഗൈസ് കേട്ടോ. ഓക്കെ, വണ്ടി പോയാൽ പിന്നെ തീർന്നു ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എനിക്ക് ഈ ഒരു താഴത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് പറയുക ടൂറ് നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള പിള്ളേരെ വിടാവില്ല. കാരണം ബസ്സിൽ AC അവർ ഇടത്തില്ല കേട്ടോ. നോൺ AC വെഹിക്കിളാണ്, കാരണം സ്കൂൾ അതോറിറ്റി ആയതുകൊണ്ട് നോൺ AC വെഹിക്കിളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് നല്ല ഇമ്മ്യൂണിറ്റി പിള്ളേറിനെ വിടാവുള്ളത് പ്ലീസ്, അതാണായാലും പെണ്ണായാലും. ഓക്കെ, അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കുക, ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്ത് നോക്കുക, എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന്, എന്നിട്ടേ വിടാവേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി വിട്ടിട്ട് പിന്നെ ഹോസ്പിറ്റലൈസിലാവുന്ന നല്ലൊരാളൊക്കെ ചെക്കിങ് ചെയ്തിട്ട് വിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടൂർ വരുന്ന മുമ്പേ ഇതൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുക. ഞാൻ ഫെബ്രുവരിയിലാണെന്ന് വിചാരിച്ച ടൂർ, പക്ഷെ അൺഎക്സ്പെക്റ്റഡ്ലി പെട്ടെന്ന് മെസ്സേജ് വന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എടുത്ത് ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് വിജയ് സൈനിങ് ഔട്ട്.